ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോണത് ഇതൊരു എയ്റോപ്ലെയിൻ്റെ എഞ്ചിനാണ്. ഇതിപ്പം 2 വർഷത്തോളം ഞാൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട്. അപ്പം നമ്മൾ ഇതൊന്ന് അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് റീബിൽഡ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും ഇതെങ്ങനെ അഴിച്ച് നിങ്ങളെല്ലാം ഇതൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് എന്താണ് ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ വീഡിയോസ് കയറി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ ഫുള്ള് സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് നേരെ അതിലും വീട്ടിലോട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ എൻജിൻ ഇതാണ്. അപ്പം ഇതാകെ കോലക്കേടായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതൊന്ന് ഊരിയെടുക്കാൻ പോവാണ്. മൊത്തത്തിൽ ഊരിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യമായിട്ട് ഊരുന്നത് ഇതിൻ്റെ കവർ പ്ലേറ്റ് ആണ്. ബാക്കിലെ കവർ പ്ലേറ്റ് ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എഞ്ചിൻ്റെ ബാക്കിലെ കവർ പ്ലേറ്റ്. ഇനി നമ്മൾ ഊരാൻ പോണത് എഞ്ചിൻ്റെ സൈലൻസറാണ്. ഈ ഒരു ഭാഗമാണ് എഞ്ചിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗമാണ്. ഇനിയിപ്പം നമുക്ക് കാർബറേറ്ററും ഊരിയെടുക്കണം. ഈ ഒരു ഭാഗമാണ് എഞ്ചിൻ്റെ കാർബറേറ്റർ. ഇങ്ങോട്ടാണ് നമ്മൾ ഫ്യൂവൽ ടാങ്കിൻ്റെ ലൈൻ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തോട്ടാണ് നമുക്ക് ഈ ഒരു നെട്ടും ബോൾട്ടും ഇട്ട് നമ്മുടെ പ്രൊപ്പല്ലർ ഉറപ്പിക്കുന്നത്. ഇത് ത്രസ്റ്റ് പ്ലേറ്റ് ആണ്. ഇനി നമ്മൾ ഊരാൻ പോണത് എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ ഹെഡാണ്. ഈ കാണുന്നത് ഇതിൻ്റെ ഗ്ലോ പ്ലഗ് ആണ്. അതായത് ഈ എഞ്ചിന് സ്പാർക്ക് പ്ലഗ് അല്ല, ഗ്ലോ പ്ലഗ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലോ പ്ലഗ് ഊരിയെടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഊരിയെടുക്കുന്നത് പിസ്റ്റൻ്റെ ലൈനറാണ്. ഇനി നമുക്ക് പിസ്റ്റണും കൂടെ ഊരിയെടുക്കണം. ഇതിപ്പം എഞ്ചിൻ്റെ പിസ്റ്റൺ ഈ കാണിക്കുന്നതാണ്. ഇത്രയും ചെറുതാണ് എഞ്ചിൻ്റെ പിസ്റ്റൺ. ഇനി നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റും കൂടെ ഊരിയെടുക്കാം. ഇതാണ് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ്. ഇനി നമുക്ക് ഊരാനൊന്നുമില്ല. ഇനിയിപ്പം ഇതാണ് എഞ്ചിൻ്റെ ബോഡി. ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ എല്ലാ പാർട്സും സെറ്റ് ചെയ്യുന്നത്. ഇതാണ് എഞ്ചിൻ്റെ സൈലൻസർ. അപ്പം ഇതും കൂടെ നമുക്ക് ഊരിയെടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ എഞ്ചിൻ്റെ പാർട്സ് എല്ലാം ഇതുപോലെ മണ്ണെണ്ണ ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാൻ പോവാണ്.
എല്ലാം മണ്ണെണ്ണ ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എൻജിൻ റീസെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പം നല്ല വൃത്തിയുണ്ട് കാണാൻ. നമ്മൾ അഴുക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പ്രൊപ്പല്ലർ പിടിപ്പിച്ച് കൊടുക്കണം. ഇതാണ് നമ്മുടെ എൻജിൻ്റെ പ്രൊപ്പല്ലർ. ഇതിപ്പം ഫ്രണ്ടിലെ പ്രൊപ്പല്ലറിൻ്റെ ഷാഫ്റ്റിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എൻജിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം.
കൂടുതലാണ്, കൈ മുറിയാനൊക്കെ ചാൻസ്.